വിജയ്ക്ക് അവിടെ എത്രത്തോളം സാധ്യത വരുന്നു? വിജയ് അവിടെ ഒരു ഭരണകർത്താവാകുന്ന മുഖ്യമന്ത്രിയാകും. ആകും. വിജയെ സഹായിക്കുന്ന മുരുകൻ തന്നെയാണോ? വിജയനെ തകർത്തത് ആ കാര്യത്തിൽ പേരുദോഷം ഉണ്ടാക്കിയത് മുരുകൻ തന്നെയാണ്. ആൾക്കൂട്ടത്തിനിടയിൽ എത്ര പേരാ മരണപ്പെട്ടത്? അഹങ്കാരത്തിന് കൊടുത്ത പണിയാണ്. ജയലളിതയുടെ പാർട്ടി അവിടെ ഒരു അപ്രാധാന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സനാതനമാണ് ഞങ്ങൾ സനാതനാണ്, സനാതനരാരും ആണ് എന്ന് സമൂഹത്തിനെ കാണിച്ചിട്ട് അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ വളരെ മോശമായ പ്രവൃത്തികളാണ്. സേനാധിപതിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സ്റ്റാലിന് എന്ത് ചെയ്യാൻ പറ്റും? ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂരമ്പലത്തിൽ വരെ വന്ന് വഴിപാടുകൾ നടത്തി. ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ സ്റ്റാലിൻ്റെ കുടുംബക്കാർ മതം മാറിയിട്ട് അവിടെ വന്നു ഭഗവാനെ തൊഴുതു. ഇതൊരു വാർത്തയായിട്ടില്ല. രാഹുൽ ഗാന്ധി എന്താണ് ക്ലച്ച് പിടിക്കുന്നത്? രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയുള്ള യോഗം ഇല്ല. ഇവിടെ കേരളത്തിൽ നിന്ന് ജയിച്ചു 1 ലക്ഷം. എങ്ങനെയാണ് ജയിച്ചത്? കോൺഗ്രസിൻ്റെ വോട്ടല്ലല്ലോ. അതായത് പിണറായി വിജയന് ശേഷം വളരെ മോശമായി. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൻ്റെ ഒരു സ്ഥിതിയൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞു. ഒരു ദേശീയ രാഷ്ട്രീയം നോക്കിയാൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാണ് NDAക്ക് വലിയ പ്രാതിനിധ്യം ഇല്ല. ഇപ്പം തമിഴ്നാട് നോക്കിയാലും കേരളം നോക്കിയാലും കർണാടക നോക്കിയാലും ആന്ധ്രയൊക്കെ നോക്കിയാലും വരുന്നു ഒരു സ്ഥിരമായൊരു സംവിധാനമില്ല. നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോവാം. കേരളത്തിലിപ്പോൾ ഇത്രയും സീറ്റ് കിട്ടുന്ന കാര്യം പറഞ്ഞു. എന്തായാലും ഒരു അവിഭാജ്യ ഘടകമായി മാറും BJP മിക്കവാറും. തമിഴ്നാട്ടിൽ എത്തരത്തിലായിരിക്കും? BJPയുടെ ഒരു മുൻതൂക്കം എങ്ങനെയായിരിക്കും? BJP വലിയൊരു മുൻതൂക്കം ഉണ്ടാവും തമിഴ്നാട്ടിലുണ്ടാവും. അവിടെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി വേറൊരു രാഷ്ട്രീയ ചിത്രം തെളിയും. അവിടെ വിജയ് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. വിജയിക്കും. ജയിക്കും. മുഖ്യമന്ത്രിയാവുമെങ്കിൽ പല ആൾക്കാരുടെയും സഹായം വേണ്ടി വരും. ഒറ്റയ്ക്ക് ജയിക്കത്തില്ല. ഈ NDAയുടെ ഘടകകക്ഷിയാവും എന്നൊക്കെ പറയണ കേട്ടു. അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. ഉണ്ട്. വിജയ് ഒരു മുഖ്യമന്ത്രിയാവാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ BJPക്ക് NDA തമിഴ്നാട്ടിൽ ശക്തമാകും. ഒരു മുഖ്യമന്ത്രി ആവത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പടർന്ന് പന്തലിക്കും. ഇപ്പോൾ സ്റ്റാലിൻ്റെയൊക്കെ നിലപാടുകൾ സ്റ്റാലിനോട് അവിടുത്തെ ജനങ്ങൾക്ക് വെറുപ്പായി. അത് സ്റ്റാലിൻ്റെ പ്രവൃത്തികൾ ഉണ്ടായ കാര്യങ്ങളാണ്. സ്റ്റാലിന് ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാൻ നോക്കി. അവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെയും കാര്യങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന നിലപാടുകൾ എടുത്തു. അവിടെയും യുവജനങ്ങളാ കൂടുതൽ. യുവജനങ്ങളുടെ വോട്ട് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത്. വിജയ്ക്ക് അവിടെ എത്രത്തോളം സാധ്യത വരുന്നുണ്ട്? വിജയ് അവിടെ ഒരു ഭരണകർത്താവാകുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഒറ്റക്ക് ഒരു കാരണവശാലും വരികില്ല. BJP തുടങ്ങിയ മറ്റുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് NDAയുടെ ഭാഗമായി നിൽക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രിയാകും. വിജയ് എന്തായാലും മുഖ്യമന്ത്രിയാകും. കാരണം വിജയ്ക്കായിരിക്കും കൂടുതൽ സീറ്റുകൾ ഉണ്ടാകാൻ പോകുന്നത്. എല്ലാ സ്ഥലത്തും കാൻഡിഡേറ്റ് നിർത്തിയിട്ടുണ്ട് TVക്ക്. ഇപ്പോൾ ഇടയ്ക്ക് കുറേ വിവാദങ്ങളായി പുള്ളിയുടെ കുടുംബപരമായിട്ടുള്ള അല്ലെങ്കിൽ അതൊന്നും ഇതിൽ ബാധിക്കുന്ന കാര്യമല്ല. അത് പുള്ളിയുടെ ഈ ഒരു ഉയർച്ച കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വന്നതാണോ അതോ സ്വാഭാവികമായി ഉണ്ടായ ഓരോ മനുഷ്യർക്കും അവരവരുടെ ചില പോരായ്മകളൊക്കെ ഉണ്ടല്ലോ. ആ പോരായ്മ എല്ലാവർക്കും ഉണ്ട്. ആർക്കാണ് ആ പോരായ്മകളില്ലാത്തത്? 100% ഉള്ളവരാരാ ഉള്ളത്? ഇപ്പോൾ ഈ മുരുക സംഗമങ്ങൾ കൂടുതൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ നടക്കുന്നു. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ സംഗമങ്ങൾ വയ്ക്കുന്നത്. പ്രത്യേകിച്ച് മുരുക ഡിവോട്ടീസ് ഉള്ളത് കൂടുതലും തമിഴ് മക്കൾ തന്നെയാണ്. അപ്പോൾ ഈ മുരുകൻ്റെ സാന്നിധ്യം എത്രത്തോളം ഈ ഇലക്ഷന് അവരെ സഹായിക്കും? ഭയങ്കരമായിട്ട് സഹായിക്കും. ഇപ്പം ദേശീയ നിലവാരത്തിൽ അങ്ങ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു മുരുകൻ്റെ ഒരു പ്രാതിനിധ്യം ഉള്ളതുകൊണ്ടാണ് നരേന്ദ്രമോദി എന്നുള്ളൊരു. ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്റ്റാലിനാണ്. അത് സനാതന ധർമ്മത്തെയോ ഇത്തരം സംഗമങ്ങളോ ഒന്നും പുള്ളി പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. അപ്പം മുരുക ഭക്തർ കൂടുതലുള്ളതും അവിടെയാണ്. അപ്പോൾ ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. എത്രത്തോളം ഈ മുരുക ഭക്തർക്ക് അവിടെ ഒരു പ്രതീക്ഷ ഉണ്ടാവും? അതാണ് ഞാൻ പറഞ്ഞത്. NDA ഒരു സംവിധാനത്തിൽ അധികാരത്തിൽ വരുമെന്ന് ഞാൻ പറഞ്ഞത്.
മുരുകൻ്റെ പിന്തുണയായിരിക്കും. അത് തീർച്ചയായിട്ടും. തകർക്കാൻ ചിന്ത ഉണ്ടായാൽ തകർത്ത് തരിപ്പണമാക്കളെ. മുരുകനെ നേരിടാൻ ആർക്കും പറ്റത്തില്ല. സേനാധിപതിയാണ്. സേനാധിപതി, ദേവസേനാധിപതിയാണ്, ദേവാദിദേവന്മാരുടെ സേനാധിപതിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളെ സ്റ്റാലിന് എന്ത് ചെയ്യാൻ പറ്റും? വിജയ് ഇങ്ങനെ തലപ്പാവൊക്കെ വെച്ചിട്ട് ചെന്ന് ബിരിയാണി കഴിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പല വിജയുടെ ആരാധകർ ഇവിടെ കേരളത്തിലുള്ളവരും പലരും പറഞ്ഞു, പക്ഷേ അത് വേണ്ടായിരുന്നു, വിജയെ നമ്മൾ അങ്ങനെയല്ല കണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പം അദ്ദേഹം ഇപ്പോൾ കൃത്യമായി രാഷ്ട്രീയക്കാരനായി എന്ന് പറഞ്ഞിട്ട് അന്ന് കുറേ വിവാദങ്ങളുണ്ടായി. അത് കുറച്ച് മാറ്റിയല്ലോ. അതിൻ്റെ അത് കാര്യമാണല്ലോ അദ്ദേഹത്തിന് ഈ തമിഴ്നാട്ടിൽ ഉണ്ടായത്, യാത്രക്കിടയിൽ ഉണ്ടായത്. അതിനുള്ള തിരിച്ചറിവല്ലേ അത്? വലിയൊരു വൻ അപകടം ഉണ്ടായി. ഭഗവാന്റെ ഇതല്ലേ കിട്ടിയത്? മുരുകൻ തന്നെയാണോ അവിടെ? മുരുകൻ തന്നെയാണ് വിജയെ സഹായിക്കുന്നത്. മുരുകൻ തന്നെയാണ്. മുരുകനെ വിജയനെ തകർത്തത്, ആ കാര്യത്തിൽ പേരുദോഷം ഉണ്ടാക്കിയത് മുരുകൻ തന്നെയാണ്. നീ അല്ല വലുത്, നീ ഒന്നും വലുതല്ല, ഞാനാണ് എല്ലാം എന്ന് കാണിച്ചു കൊടുത്തു ശ്രീ സുബ്രഹ്മണ്യ സ്വാമി. ദണ്ഡപാണിയാണ് ഭഗവാൻ, ശൂലപാണിയാണ് ഭഗവാൻ, ദേവസേനാധിപതി ആണ് ഭഗവാൻ. ഭഗവാന്റെ ഭക്തനെ ആര് ദ്രോഹിക്കാൻ ശ്രമിച്ചാലും നശിപ്പിച്ച് നാറാണക്കല്ല് പറിപ്പിച്ചു കളയും. അതന്നെ വിജയ്ക്ക് സംഭവിച്ചതായിരുന്നു. വിജയുടെ അഹങ്കാരത്തിന് കൊടുത്ത മരുന്നാണത്. ആൾക്കൂട്ടത്തിനിടയിൽ എത്ര പേരാ മരണപ്പെട്ടത്? അഹങ്കാരത്തിന് കൊടുത്ത പണിയാണ്. നീയല്ല വലുത്, ഞാനാണെന്ന് ഭഗവാൻ വ്യക്തമായി കാണിച്ചു കൊടുത്തു. ജയലളിതയുടെ പാർട്ടി അവിടെ ഒരു അപ്രാധാന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 മുഖ്യമന്ത്രിമാർ മാറി മാറി വന്നതാണ്. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ശരിക്കും അവരൊരു സനാതനത്തിലൊക്കെ വിശ്വസിച്ച് പോകുന്ന ആളുകളല്ലേ? അല്ലല്ല, അവർ ചില സനാതനം എന്ന് പറഞ്ഞിട്ട് അവർ അതിനെയൊക്കെ സനാതനമാണ്, ഞങ്ങൾ സനാതനരാണ് ആണ് എന്ന് സമൂഹത്തിനെ കാണിച്ചിട്ട് അവർ ചെയ്ത പ്രവൃത്തികളൊക്കെ വളരെ മോശമായ പ്രവൃത്തികളാണ്. അതിൻ്റെ പരിണിതഫലമാണ് അവർക്കങ്ങനെ ഉണ്ടായത്. ഇപ്പം മുരുകൻ്റെ മണ്ണാണ്. മുരുകൻ്റെ മണ്ണ്. അതെ, തമിഴ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭാഷയാണ് തമിഴ്. അത് ഓരോ വാക്കും ബഹുമാനം അർഹിക്കുന്നൊരു. ഈ തമിഴാണ് ലോകത്തിലെ ആദ്യ ഭാഷയെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മുടെ സ്റ്റാലിൻ വന്നായിരുന്നു. 5000 വർഷം പഴക്കമുണ്ട് അവിടെ. ഇരുമ്പ് യുഗത്തിന് മുമ്പ് പലതും കണ്ടുപിടിച്ചു. ഒരു സൗത്ത് ഇന്ത്യൻ വാദം ഇവർ ആരും അറിയാതെ കൊണ്ടുവന്നു, സൗത്ത് കട്ട്. അതിന് കൂടുതൽ താല്പര്യപ്പെട്ട് നിന്നത് സ്റ്റാലിനാണ്. അപ്പം മുരുക ഭക്തരുള്ള സ്ഥലമാണല്ലോ. മുരുകൻ ഈ വേൾഡ് മൊത്തം ഭരിച്ച ഒരാളാണ്, ഈ ഭൂമി മൊത്തം ഭരിച്ച ഒരാളാണ്. അപ്പോൾ നമ്മൾ ആ കാണ്ഡങ്ങളെല്ലാം ചരിത്രത്തിൽ പറയുന്നുമുണ്ട്. ഈ സൗത്ത് കട്ടും മുരുകൻ എത്രത്തോളം ഇതിനെ മുരുകൻ സപ്പോർട്ട് ചെയ്യുമോ, അതോ ഇത് അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാഗമാണ്, ഇതെൻ്റെ സ്ഥലത്തിന് എങ്ങനെ സൗത്തായിട്ട് കട്ട് ചെയ്യാൻ പറ്റും? ഭഗവാൻ അതിനെതിരാണ്. സൗത്ത് കട്ടിന് ഒരു എൻ്റേത് മാത്രം, ഞാനെന്ന ഭാവം, എനിക്കുള്ളതെന്നുള്ള ഭാവം, ആ ചിന്തയെ ഭഗവാൻ തകർത്ത് തരിപ്പണമാക്കി. അതെങ്ങനെയാണ് ആ ചിന്തയെ തകർത്തത്? എങ്ങനെയാണ്? ഭഗവാൻ വളരെ വ്യക്തമായിട്ട് കിടന്നില്ലേ. ഈ സ്റ്റാലിൻ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പല പല വിഷമതകളൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. പല പല ബുദ്ധിമുട്ടുകളുണ്ടായിട്ടുണ്ട്. എടുത്തു പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ? കുടുംബപരമായ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്റ്റാലിൻ്റെ ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഭാര്യ ഗുരുവായൂരമ്പലത്തിൽ വരെ വന്ന് വഴിപാടുകൾ നടത്തിയത്. എത്രയോ ക്ഷേത്രങ്ങളിൽ പോയി. പക്ഷെ അവരൊരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ, ഒരു വിശ്വാസം വേറെയല്ലേ. അവർക്ക് വേണ്ടതാകുന്ന ഉപദേശങ്ങൾ, വേണ്ടതാകുന്ന അറിവുകൾ, ഇതിനെക്കുറിച്ച് വളരെ അറിവുള്ള ആൾക്കാരിൽ നിന്ന് തേടിയിട്ടാണ് അവർ അതിനുള്ള മാർഗങ്ങൾ തേടിയാണ് അതിൻ്റെ കാര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോലും വന്ന് വേണ്ട നടപടികൾ ചെയ്തത്, പ്രാർത്ഥിച്ചത്. ഭഗവാന്റെ കാലിൽ വന്ന് വീണില്ലേ? ഭഗവാന്റെ കാലിൽ വീണ്. ഇതൊന്നും ഇല്ലാത്തവരെന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നത്? ഇപ്പം എനിക്കൊരു സംശയമുണ്ട്, ചോദിക്കുന്ന കുഴപ്പമില്ല. ഇപ്പം അഹിന്ദുക്കൾക്ക് അവിടെ പ്രവേശനമില്ല. ഇവർ ഹിന്ദു ആചാരത്തിലാണോ വന്നത്, അതോ അവർ ഞാൻ ഹിന്ദു ആചാരത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണോ അമ്പലത്തിനകത്ത് പ്രവേശിച്ചത്? അതല്ല, അവരതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യം ഗുരുവായൂർ അമ്പലത്തെ സംബന്ധിച്ച് അഹിന്ദുക്കൾ പ്രവേശിക്കുന്നതിന് അതിന് വേണ്ടതാകുന്ന കാര്യങ്ങളുണ്ട്. അത് പോയി
സ്വീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് കയറാം. അപ്പോൾ സ്റ്റാലിൻ്റെ കുടുംബം അത് സ്വീകരിച്ചു അല്ലേ? സ്വീകരിച്ചിട്ടുണ്ട്, രഹസ്യമായി സ്വീകരിച്ചു. രഹസ്യമായി സ്വീകരിച്ചു. അപ്പോൾ ഇന്ന് അത് കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല. എന്തുകൊണ്ടാണ് അത് ചർച്ച ചെയ്യാത്തത്? മാധ്യമങ്ങൾക്ക് വേറെ വേറെ താല്പര്യങ്ങളാണ്. എല്ലാ മാധ്യമങ്ങളും ശരിയായ വഴിയിലൂടെ അല്ലല്ലോ യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ ഇന്ന് കുറച്ച് മുമ്പ് ഒരു ചർച്ച വന്നേ ഉള്ളൂ, ദാസേട്ടൻ എന്തുകൊണ്ട് കയറിയില്ല എന്നുള്ള ചർച്ച വന്നു. പക്ഷേ സ്റ്റാലിൻ്റെ കുടുംബക്കാർ അതിനകത്ത് കയറി. അപ്പോൾ അവരൊരു ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്നു എന്ന് സർട്ടിഫിക്കറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ വന്ന് അവിടെ കയറിയത്. ഇതാരും ചർച്ച ചെയ്യപ്പെട്ടില്ല. അത് മാറ്റിവെച്ചു. കൊടുത്ത ചാനലുകാർ പത്രക്കാരും ഒക്കെ മാറ്റിവെച്ചു. ഇത് ഏത് വർഷമായിരുന്നു? 2 വർഷം കഴിഞ്ഞതേ ഉള്ളല്ലോ. 2 വർഷം കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ പല ചാനലിലൂടെയും നമ്മുടെ ധർമ്മത്തിനെ കരിവാരി തേക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് 24 ചാനലുകാർ, ശ്രീകണ്ഠൻ നായരുടെ ചാനൽ അന്ത്യചർച്ചയിൽ കൊണ്ടുവന്ന് ഒരു പ്രാഗൽഭ്യവും ഇല്ലാത്ത ആളുകളെ കൊണ്ടിരുത്തിയിട്ട് ഈ ധർമ്മത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, കുറേ. അപ്പോൾ അവരോടൊക്കെ പറയാൻ പറ്റിയൊരു വാക്കായിരുന്നു ഇത്. അതെ. എന്താണ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ സ്റ്റാലിൻ്റെ കുടുംബക്കാർ മതം മാറിയിട്ട് അവിടെ വന്നു ഭഗവാനെ തൊഴുതു. ഇതൊരു വാർത്തയായിട്ടില്ല. വാർത്തയാക്കാൻ അവർക്ക് പൈസ കിട്ടിയിട്ടുള്ളതാണ്. മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ തമിഴ് ജനത മുഴുവൻ അറിയത്തില്ലേ? അതറിയാതിരിക്കാൻ വേണ്ടി എങ്ങനെ മൂടി വെക്കാവോ അതെല്ലാ രീതിയിലുള്ള. നമ്മൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, അതിൽ സത്യമുണ്ടെന്നും ശാസ്ത്രമുണ്ടെന്നും വിശ്വസിച്ച് പോകുന്ന ഒരാളാണ്. അതെ, അതെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനൊരു വാർത്ത വന്നാൽ ഞങ്ങൾ ഉറപ്പായിട്ട് ചെയ്യും. അതെ, ഇത് കാണിക്കും വെളിയിൽ. പിന്നെ അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നത് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്ന് അധികാരത്തിൻ്റെ ദണ്ട്. നമ്മുടെ ബഹുമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണ ഒരു മനുഷ്യനല്ല. അദ്ദേഹം ദൈവജ്ഞമുള്ള ഒരാളാണ്. കാരണം അദ്ദേഹത്തിന് യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാത്ത ഒരാളാണ്. മറ്റു താല്പര്യങ്ങളുമില്ല. ദേശീയതയല്ലാതെ വേറെ ദേശീയതയും ഈ രാജ്യത്തെ ജനങ്ങളും എങ്ങനെ പരിപാലിക്കാം എന്നുള്ള ചിന്ത മാത്രമാണ്. തീർച്ചയായിട്ടും ഒരു 50-60 വർഷത്തിന് മുകളിൽ ഭരിച്ചതാണ് നമ്മുടെ കോൺഗ്രസ്, ഇന്ദിരാഗാന്ധിയുടെ കുടുംബം. ഇപ്പം അതിൻ്റെ ഏറ്റവും ഇങ്ങറ്റം നോക്കിയാൽ രാഹുൽ ഗാന്ധി എന്താണ് ക്ലച്ച് പിടിക്കാത്തത്? ഒരിക്കലും ഉണ്ടാകത്തില്ല. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെയുള്ള യോഗം ഇല്ല. രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ നിന്ന് ജയിച്ചു. 1 ലക്ഷം വോട്ടിനാണ് അദ്ദേഹം ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അതൊക്കെ എന്താണെന്നുള്ള കേരളത്തിലെ വളരെ അറിവുള്ളതും ബോധവുമുള്ളവർ ചിന്തിക്കുന്നവർക്കും അറിയാം എങ്ങനെയാണ് ജയിച്ചെന്നുള്ളത്. കോൺഗ്രസിൻ്റെ വോട്ടല്ലല്ലോ, മറ്റു പല മേഖലകളിൽ നിന്നുള്ള ഒരു ഏകീകരണം കൊണ്ടാണല്ലോ അവിടെ ജയിച്ചത്. 1 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഒന്നല്ല, ഇനി 5 ലക്ഷം ഭൂരിപക്ഷത്തോട് ജയിച്ചാൽ പോലും ഒരു ഭരണാധികാരിയാകാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഭാരതത്തിലെ പ്രധാനമന്ത്രിയല്ല, ഭാരതത്തിലെ ഒരു മന്ത്രിയായി പോലും ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗമില്ല. ഇനിയില്ല, ഇന്നുമില്ല, നാളെയില്ല, മറ്റന്നാളുമില്ല. ഈ കുടുംബമാണല്ലോ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ രാജീവ് ഗാന്ധിയുടെ കുടുംബം അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭാരതത്തിൽ? അവരെല്ലാവരും രാജ്യത്തുനിന്ന് മറയപ്പെടുന്നൊരു കാലത്തിലേക്കാണ് വരുന്നത്. ഉടനെ ഉണ്ടാവും? ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അധികം താമസിയാതെ തന്നെ ഭാരതത്തിൽ നിന്ന് അവരുടെ പേരും പെരുമയും എല്ലാം തിരശ്ശീലയിട്ട പോലെ ആയിപ്പോൾ അപ്രസക്തമാണ്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം ഒരു പലപ്പോഴും പറയുന്നത് ഹിന്ദുത്വ അജണ്ടകളും രാഷ്ട്രീയമാണ് BJP വയ്ക്കുന്നതെന്ന്. ഇവർ എപ്പോഴും മതേതരവാദികളെന്നാണ് പറയുന്നത് കോൺഗ്രസ്സുകാർ. അപ്പോൾ സ്വാഭാവികമായിട്ടും മതേതരത്വം നിൽക്കേണ്ടതല്ലേ? മതേതരവാദികൾ നിലനിൽക്കേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നിലനിൽക്കാതെ പോകുന്നത്? അവർക്ക് പാരമ്പര്യമായിട്ട് അവർക്ക് അങ്ങനെ ഒരു ചിന്തയില്ലല്ലോ. പാരമ്പര്യമായി ചിന്തയില്ല. മതേതരവാദികളാണെന്ന് പറയുകയും മതേതരവാദത്തിന് വേണ്ടി ഊന്നൽ കൊടുക്കാതെ പ്രത്യേക ചില ആൾക്കാർക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാവോ ആ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനമായി മാറി. അപ്പോൾ കോൺഗ്രസ് ചിന്ന ഭിന്നമാവും. ഒപ്പം കോൺഗ്രസ് കേരളത്തെ പോലും നശിക്കും. ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ സൗത്ത് ഇന്ത്യ മൊത്തം ഇനി NDAയുടെ സൗത്ത് ഇന്ത്യയല്ല, ഇന്ത്യ ഒട്ടാകെ പ്രധാനമന്ത്രിയുടെ കൈക്കുമ്പിളിൽ വരും. അപ്പോൾ എപ്പോഴും പല സ്റ്റേറ്റുകളും കിട്ടിയിട്ടില്ല. താമസിയാതെ ഉണ്ടാവുമല്ലോ.
ഇനി ഭാരതം ഭരിക്കാൻ വേണ്ടി ഇപ്പം പ്രായത്തിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. നരേന്ദ്രമോദി ഇനി എത്ര ടൈം ഭരിക്കും? അദ്ദേഹം ഇനി 2 ടേം കൂടി ഭരിക്കും. ഈ ലോകരാജ്യങ്ങളൊക്കെ പുള്ളി ഇത്രയും പ്രാധാന്യമായിട്ട് കാണുന്നതിന് കാരണം എന്താ? അദ്ദേഹത്തിൻ്റെ പ്രഭയാണത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഈശ്വര ചൈതന്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അദ്ദേഹത്തിൻ്റെ ഈ കാലയളവിലുള്ള രാജ്യത്തെ മാറ്റിമറിച്ചത്. നമുക്കാർക്കും അദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് കാഴ്ചപ്പാടുകളില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ കിടക്കുന്നു. കേരളത്തിൽ. മറിച്ച് വിദേശത്തുള്ള യുവാക്കന്മാർ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലെ യുവജനങ്ങൾ, യുവതികൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ പരിണതഫലമാണ് അദ്ദേഹത്തിന് ലോകരാജ്യങ്ങളിൽ കിട്ടുന്ന അംഗീകാരങ്ങൾ. യുദ്ധം പോലും നിർത്തിവെക്കത്തക്ക രീതിയിൽ ഒരു ഫോണിലൂടെ വിളിച്ച് ഒരു കാര്യം പറഞ്ഞാൽ നിർത്താനുള്ള ഒരു ശക്തി അദ്ദേഹത്തിനുണ്ട്, ആജ്ഞാശക്തി. ഇത് വെറുതെ കിട്ടുന്നതൊന്നും അല്ല, അത് ആർക്കും കിട്ടത്തില്ല. ജന്മാന്തരങ്ങളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ദൈവികമായ ചൈതന്യമാണ്. ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രി 2 ടേം മുഖ്യമന്ത്രിയായി. ഈ ടേണും ഇനി വരാൻ ഇദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയാവും. അത് കഴിഞ്ഞ CPM-ന്റെ അവസ്ഥ എന്തായിരിക്കും? വളരെ മോശമായിരിക്കും. അതായത് പിണറായി വിജയന് ശേഷം വളരെ മോശമായിരിക്കും. കാരണം നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രി ഒരു പവറുള്ള ആളാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയാണ് ഈ സംവിധാനങ്ങളെല്ലാം നിൽക്കുന്നത്. അത് എന്തെങ്കിലും ഈശ്വര വിശ്വാസിയാണോ? ഉണ്ടാവുമല്ലോ, മനസ്സിലൊരു വിശ്വാസമൊക്കെ ഉണ്ടാവുമല്ലോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എപ്പോഴും വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. അദ്ദേഹം വന്നിട്ട് പുറത്തുനിന്ന് തൊഴുതിട്ട് പോയി. അത് ഓരോരുത്തരുടെ താല്പര്യങ്ങളാണല്ലോ, അകത്ത് കയറണോ അകത്ത് കയറണ്ടേ എന്നുള്ളത്. അകത്ത് കയറിയാലേ ഭഗവാനെ കാണാൻ പറ്റുമോ എന്നുള്ള ചിന്തയൊന്നും ഇല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരിപ്പോൾ ചന്ദന കുറിയെ കിട്ടു തുടങ്ങി. ഒന്ന് ശിവൻകുട്ടി ഇപ്പോൾ കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് അവിടെ ഒന്ന് ഭക്തി പുരസരം എല്ലാവരും തൊഴുതുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും തൊഴുതിട്ടില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ച അടുത്ത ദിവസങ്ങളിൽ തൊട്ടടുത്ത ക്ഷേത്രങ്ങളൊക്കെ ദർശനം വയ്ക്കുന്നു. ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹം ശബരിമലയിൽ വന്നിട്ട് കൈകെട്ടി ഇങ്ങനെ നിന്നല്ലാതെ തൊഴുതിട്ടില്ല. പക്ഷെ ഇപ്പോൾ അവരെല്ലാം ചെന്ന് പ്രസാദം വാങ്ങിക്കുന്നു, പുള്ളിയൊണ്ണം കുടിക്കുന്നു. അപ്പോൾ ഒരു ഏകീകരണം ഉണ്ടായി, ഹിന്ദുവിനെ തൊട്ടാൽ പ്രശ്നമാവുമെന്ന് എന്നൊരു ചിന്ത അവർക്ക് ഭയം തുടങ്ങിയിരിക്കുന്നു. അവർ ഭയപ്പെട്ടിരിക്കുന്നു. ബഹുഭൂരിപക്ഷം സമൂഹത്തിനെ മാറ്റി നിർത്തിയിട്ട് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നത്.